വിക്രമനും വേദയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ അത് തങ്ങളുടെ കുഞ്ഞാണെന്നും അത് തങ്ങളുടെ സ്വന്തമാണെന്നും പറയുവാനോ സ്നേഹിക്കുവാനോ ലാളിക്കുവാനോ അവകാശപ്പെടാൻ കഴിയാത്ത വിധം നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന വിക്രമനെയും വേദയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പവിത്രം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ രണ്ടാം ഭാഗം പ്രേക്ഷകരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അത് ഹോട്ട്സ്റ്റാർ എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ എപ്പിസോഡുകളിൽ രണ്ടാം ഭാഗങ്ങളിൽ പ്രേക്ഷകരെ ഒരുപാട് നിരാശയിലാഴ്ത്തി സങ്കടക്കടലാക്കി മാറ്റുന്ന ഭാഗത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. എന്തായാലും വിക്രമനും വേദയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരായ കമലയും അതുപോലെ രാധിക എന്ന പുതിയ താരവും മരണപ്പെടുന്ന ഭാഗവുമൊക്കെ എപ്പിസോഡിൽ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുതിയ ആളുകൾ ഈ എപ്പിസോഡുകളിലേക്ക് കടന്നു വരുമ്പോൾ പഴയ ആളുകൾ മരണപ്പെടുന്ന ഒരു വലിയ സങ്കടകരമാകുന്ന അവസ്ഥയും നമ്മൾ കാണുന്നു. അങ്ങനെ വേദയെ കാണിക്കുന്ന തന്നെ മറ്റൊരു നാട്ടിൽ വിക്രമിന്റെ കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടി തന്റെ സ്വന്തം സഹോദരനായ ശ്രീകാന്ത് വിക്രമനും വേദയ്ക്കും ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ എങ്ങനെയും കൊന്നുകളയണം എന്ന് കച്ചകെട്ടിയിറങ്ങിയപ്പോൾ വിക്രമിന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി അന്യനാട്ടിൽ പോയി ആരോരുമില്ലാതെ ഒളിവിൽ താമസിക്കുകയും ഒടുവിൽ പ്രസവ സമയത്ത് ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന വേദനയാണ് കാണുന്നത് കേട്ടോ. ആ സമയത്ത് തങ്ങൾക്ക് കൂട്ടായി രാധിക എന്നൊരു പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായി അവിടെ എത്തുന്നു. ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാട്ടോ. എന്നാൽ ആ കുട്ടിയും അല്ലെങ്കിൽ രാധിക എന്ന പെൺകുട്ടിയും അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഈ സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന വേദയും പ്രസവിക്കുകയും ഈ സമയത്ത് വേദയും തന്റെ കുഞ്ഞിനെ കൊന്നുകളയുവാൻ വേണ്ടി ശ്രീകാന്തിന്റെ ആളുകൾ അവിടെ എത്തുന്നു എന്ന് മനസ്സിലാക്കിയ വേദ ഒരു തിരിമറി നടത്തുകയാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മരണപ്പെട്ട രാധികയുടെ അമ്മായി അല്ലെങ്കിൽ അമ്മയോട് പറയുകയാണ്, എന്റെ കുഞ്ഞിനെയും എന്നെയും കൊല്ലുവാൻ ഇവിടെ ഒരു പറ്റം ആളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് രക്ഷിക്കാനാകും. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ രാധിക അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ അമ്മ പറയുകയാണ്, എന്താണ് മോളെ ഞാൻ ചെയ്യേണ്ടത്? അതിന് വേദ പറയുകയാണ്, എന്റെ മോളെ നിങ്ങളുടെ മോന്റെ മോളായിട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തോട് പറഞ്ഞാലും മതി. മരണസമയത്ത് തന്റെ ഭാര്യ മരിച്ച സമയത്ത് തനിക്ക് ഒരു കുഞ്ഞിന് ജന്മം തന്നിരുന്നു, ആ കുഞ്ഞാണ് ഇവൾ എന്ന് പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ വലിയൊരു ധാരണപ്രകാരം ഈ പോലീസ് ഓഫീസറുടെ അമ്മയുടെ കയ്യിൽ തന്റെ മോളാണ് എന്ന് പറഞ്ഞ് വേദ തന്റെ കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഒടുവിൽ അത് വലിയ നൂലാമാലയിലേക്കൊക്കെ പോകുന്നതാണ് ഈ എപ്പിസോഡിൽ കാണുന്നത്. ഇതിനിടയിൽ വിക്രം ജയിലിൽ കിടക്കുകയും തന്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് തന്നോട് ഒരുപാട് സ്നേഹമുള്ള പോലീസ് ഓഫീസറോട്. അങ്ങനെ പോലീസ് ഓഫീസർ തന്റെ വീട്ടിലെത്തുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവമാണ് കേൾക്കുന്നത്. വിക്രമിന്റെ അമ്മ ആശുപത്രിയിലാണെന്നും അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ വിക്രമിന്റെ അമ്മ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി വിക്രമിന്റെ അടുക്കൽ വരികയും വിക്രമിനോട് പറയാണ്, നിനക്ക് നിന്റെ അമ്മയെ കാണുവാൻ ഞാൻ ഒരു അവസരം തരികയാണ്, നിയമം അത് അനുശാസിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ വിക്രം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ വിക്രമിനോട് പറയാണ്, വേഗം ഒരുങ്ങണം, അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് രാവിലെ തന്നെയാണ്. ഇത് കേട്ട വിക്രം ഞെട്ടിപ്പോവുകയാണ്. എന്താ സാറേ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതേ വിക്രം, നിന്റെ അമ്മ ഇന്ന് രാവിലെ മരണപ്പെട്ടു. ചങ്ക് തകർന്നു പോയ വിക്രം ആ ജയിലിൽ നിന്ന് മോചിതനായി അല്ലെങ്കിൽ തന്റെ അമ്മയെ കാണുവാൻ വേണ്ടി വീട്ടിലെത്തുമ്പോൾ കണ്ണീർ കടലായി മാറുന്ന ചില രംഗങ്ങളൊക്കെ വരും ദിവസം ഈ ആഴ്ചത്തെ എപ്പിസോഡിലുണ്ടോ. ഒടുവിൽ തന്റെ അമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് വിക്രം വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. ജയിലിൽ വെച്ച് തനിക്ക് ഒരുപാട് ഭീഷണി ഉണ്ടാകുകയാണ്. തന്റെ ആണത്വവും തന്റെ ഇടവും കണ്ട് മറ്റ് ജയിലിൽ ഉള്ളവർ വിക്രമിനെ ആക്രമിക്കുകയും ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട വിക്രം പ്രതികരിക്കുകയും തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളെ അവിടെ വെച്ച് അടിച്ചൊതുക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ എപ്പിസോഡ് ഓരോന്നായി പറയുന്നുണ്ട്. എന്തായാലും വിക്രമിനെ ആ ജയിലിൽ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട തന്റെ അമ്മയും ഭാര്യയും എല്ലാവരും നഷ്ടപ്പെട്ട് വളരെ സങ്കടകരമാകുന്ന അവസ്ഥയിൽ തുടരേണ്ടി വരികയും മറുഭാഗത്ത് വേദയ്ക്ക് വിക്രമിൽ ഉണ്ടായ കുഞ്ഞിനെ സ്വന്തമാക്കുവാൻ കഴിയാതെ ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി മറ്റൊരാൾക്ക് ദത്തു കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ രക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രക്ഷകനായി അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ രക്ഷകനായി മാറുന്ന ആ പോലീസ് ഓഫീസർ വേദയ്ക്കും വിക്രമിനും വരും ദിവസങ്ങളിൽ ഒരു രക്ഷകനായി മാറുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.